ഫ്ലാറ്റ് കൺസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരുടെ ബാൽക്കണിയിൽ വേണ്ട കറക്ഷൻസ് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവരുടെ സംശയമാണ്, ഈ ബാൽക്കണിയിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ ഈ മുഴുവൻ ഫ്ലോറിലുള്ള ആൾക്കാരെയും ഇതേ പ്രശ്നം ബാധിക്കില്ലെന്ന്. വളരെ ലോജിക്കൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. സോ ഫ്ലാറ്റ് എന്നല്ല, വില്ല ആയിക്കോട്ടെ, വീടായിക്കോട്ടെ, ഓരോ സ്ഥലത്ത് നമ്മളൊരു ഡിഫക്റ്റ് കണ്ടെത്തി കഴിഞ്ഞാൽ 5 വീടുകൾ അല്ലെങ്കിൽ 10 വീടുകൾ എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ഇന്റൻസിറ്റിയിൽ വ്യത്യാസം ഉണ്ടാവും, ഇതിന്റെ സമയത്തിലും വ്യത്യാസം ഉണ്ടാവും. അപ്പൊ അതിനെ കുറച്ചുകൂടെ വിശദീകരിക്കാൻ ഒരു 40-25-35 റൂൾ ഉണ്ട്. അതായത് നമ്മുടെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ, അതിന്റെ 40% നമ്മുടെ പ്രീവിയസ് കർമ്മയുടെ റിസൾട്ട് ആണ്. 25% ആണ് പ്രസന്റ് കർമ്മയുടെ റിസൾട്ട്. ബാലൻസ് 35% ആണ് എർത്ത് ലക്ക് എന്ന് പറയുന്നത്. അതാണ് വാസ്തു. അപ്പോൾ വാസ്തു കറക്റ്റ് ചെയ്യുന്നത് വഴി ഈ 0-35% വരെയാണ് നമുക്ക് കറക്റ്റ് ചെയ്യാൻ സാധിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ വലിയ പ്രശ്നമെന്ന് കരുതുന്നത് സിമ്പിളായിട്ട് തീരും. അപ്രതീക്ഷിതമായിട്ടായിരിക്കും ചില പ്രശ്നങ്ങൾ വരുന്നത്. അപ്പൊ ഇതിനെല്ലാം തന്നെയും ഗവേൺ ചെയ്യുന്ന ഫാക്ടർ വാസ്തു പോലെ തന്നെ കർമ്മയുടെ ഒരു എഫക്റ്റ് ഉണ്ട്. സോ കർമ്മ എന്ന് പറഞ്ഞാൽ നമ്മുടെ വാക്ക്, ചിന്ത, പ്രവൃത്തി. അപ്പോൾ വാക്ക്, ചിന്ത, പ്രവൃത്തി ഇതൊക്കെ നമ്മുടെ ലൈഫിനും മറ്റുള്ളവരുടെ ലൈഫിനും അപ്ലിഫ്റ്റ് ചെയ്യുന്നതായിരിക്കണം. ഏറ്റവും സിമ്പിളായി പറഞ്ഞാൽ നമ്മളൊരു 5-6 പേര് കൂടെ വർത്താനം പറഞ്ഞിരിക്കുമ്പോൾ തമാശയ്ക്കാണെങ്കിൽ പോലും നമ്മൾ പറയുന്ന വാക്ക് ആരെങ്കിലും ഒരാളുടെ മനസ്സിൽ ഒരു വേദന ഉണ്ടാക്കിയാൽ പിന്നീട് നമ്മൾ ചെയ്യുന്ന ആക്ഷൻസിന്, നമ്മളൊരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ അതൊക്കെ ഒരു എനർജി ബ്ലോക്കായി മാറാറുണ്ട്. നമ്മുടെ വാക്കും ചിന്തയും പ്രവൃത്തിയും ശ്രദ്ധയോടുകൂടി ചെയ്യുക, നമ്മുടെ ഭാഗം കറക്റ്റ് ആക്കുക, യൂണിവേഴ്സിന്റെ സപ്പോർട്ട് സ്വീകരിക്കുക. അപ്പൊ ഈ 2 ഭാഗവും ഒരുപോലെ പ്രധാനപ്പെട്ടതാണ്.